എല്ലാവർക്കും എയർ ടേസ്റ്റ് ബിറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എല്ലാവരുടെയും ഫേവറേറ്റായ മെഡിറ്ററേനിയൻ സ്ട്രീറ്റ് ഫുഡായ ഫലാഫൽ അല്ലെങ്കിൽ താമിയ റോളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പരിപ്പുകളോട് വളരെയധികം സാമ്യമുള്ള ഒരു സ്നാക്കാണ് ഫലാഫൽ. അപ്പോൾ അത് ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്, പരിപ്പുവടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ. നമ്മളിന്നിവിടെ ഓയിൽ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫലാഫൽ നമ്മൾ പീറ്റ ബ്രെഡോ അല്ലെങ്കിൽ കുബൂസോ ആക്കിയിട്ട് റോളാക്കി കഴിഞ്ഞ് സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ എങ്ങനെയാണ് സൂപ്പർ ടേസ്റ്റി ഫലാഫൽ റോൾ ഉണ്ടാക്കുന്നത് നോക്കാം. ഫലാഫൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 3/4 കപ്പോളം വെള്ളക്കടല നന്നായിട്ട് കഴുകി ഒരു 12 മണിക്കൂറോളം വെള്ളത്തിൽ സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്തു. അപ്പോൾ ഒരു 12 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അതൊരു 3 ഇരട്ടിയായിട്ട് വരും. ഇനി നമുക്ക് ഫലാഫലിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ പാഴ്സ്ലി ലീവ്സ് ആണ്. അപ്പോൾ പാഴ്സ്ലി ലീവ്സ് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഹെൽത്തി ആയിട്ടൊരു ഫലാഫലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3 കൈപ്പിടിയോളം പാഴ്സ്ലി ലീവ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൈപ്പിടിയോളം മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു വലിയ സവാളയുടെ പകുതി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 5-8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 3-4 പച്ചമുളക് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1 ടീസ്പൂണോളം ജീരകത്തിൻ്റെ പൊടിയും വേണം. പിന്നെ ഒരു അര നാരങ്ങയുടെ നീര് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറും ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പുമാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ആദ്യം അരച്ചെടുക്കുകയാണ്. അപ്പോൾ പാഴ്സ്ലി ലീവ്സ് നമുക്ക് കിട്ടാനില്ലെങ്കിൽ മല്ലിയില ഉപയോഗിച്ചാൽ മതി. അപ്പോൾ മല്ലിയില ഉപയോഗിക്കുമ്പം ഒരു കൈപ്പിടിയോടെ ഉപയോഗിച്ച് ഇത് ഉണ്ടാക്കിയാൽ മതി, ഒരുപാടായി പോകണ്ട. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പം ഞാനിപ്പം ശരിക്കും നമ്മൾ പരിപ്പോട ഉണ്ടാക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി. പക്ഷെ ഞാനിപ്പം ഒരുപാട് ഇലകൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇതൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇലകൾ കുറച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി എല്ലാം കൂടെ. ഈ അരച്ചു വെച്ച പേസ്റ്റിലേക്ക് നമുക്ക് നമ്മുടെ ജീരകത്തിൻ്റെ പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു അര നാരങ്ങയുടെ നീര് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ സോക്ക് ചെയ്ത് എടുത്ത് വെച്ച വെള്ളക്കടല നമുക്ക് നല്ല പരുപരുത്ത രീതിയിൽ ഒന്ന് അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടല അരയ്ക്കുമ്പം നമ്മൾ പരിപ്പുവടയ്ക്കൊക്കെ അരയ്ക്കുന്ന പാകത്തിന് ഒട്ടും പേസ്റ്റ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് കൈകൊണ്ട് വേണമെങ്കിൽ മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കഴിയുമ്പം നമുക്കിത് എന്തെങ്കിലും ഒന്നിച്ചൊന്ന് കവർ ചെയ്തിട്ട് 1 മണിക്കൂർ ഫ്രീസറിൽ എടുത്ത് വെക്കണം. അപ്പം നമ്മുടെ മാവ് 1 മണിക്കൂർ ഇനി ഫ്രീസ് ചെയ്തെടുക്കാം. നമ്മൾ 1 മണിക്കൂർ ഫ്രീസ് ചെയ്ത മാവിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം കടലമാവ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കടലമാവ് അല്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി വരുമ്പോൾ അതൊന്ന് ബൈൻഡ് ചെയ്ത് നിൽക്കാനും പൊട്ടിപ്പോവാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇനി നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് ഫലാഫൽ പരത്തി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടയായിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ ഉരുട്ടി ഇങ്ങനെ ഉണ്ടയാക്കി വെച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലേക്ക് ഇതിനെ പരത്തിയെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഒതൻറ്റിക്കായിട്ട് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യണം. നമ്മൾ പരിപ്പുവടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ 2 വശവും മറിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബേക്കോ ഷാലോ ഫ്രൈയോ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ എയർ ഫ്രയറിൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം എയർ ഫ്രയർ ഒരു 370 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തു ഒരു 2-3 മിനിറ്റ്സ്. അത് കഴിഞ്ഞിട്ട് ഈ ഫലാഫൽ വെച്ച് കൊടുത്ത് അതൊരു 15 മിനിറ്റ്സ് എയർ ഫ്രയറിൽ വെച്ചു. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നൊന്ന് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞതൊന്ന് മറിച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ മറ്റേ വശം ഒന്ന് വേവിച്ചെടുക്കുകയാണ്, ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 2 വശവും നന്നായിട്ട് മുരിഞ്ഞ് നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ ഫലാഫൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ
അടിപൊളി 16 ഫലാഫൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു പരിപ്പുവടയുടെ അതേ ഒരു സ്ട്രക്ചറാണ് ഉള്ളത്. പിന്നെ നമുക്ക് ഫലാഫൽ റോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് അതിന് പൊറോട്ടയോ കുബൂസോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് റൊട്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം തഹിനി പേസ്റ്റാണ് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ തഹിനി പേസ്റ്റിന് പകരം നമുക്ക് മയോണൈസ് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ശരിക്കും അറബിക് ഒത്തൻറ്റിക് ആയിട്ടുള്ള അറബിക് റെസിപ്പിയിൽ അവർ തഹിനി പേസ്റ്റാണ് ഉപയോഗിക്കുക. അപ്പോൾ സെസ്മേ സീഡിൻ്റെ പേസ്റ്റാണ്. അപ്പോൾ അത് നന്നായിട്ട് തേച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ലെറ്റ്യൂസ് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത് ലെറ്റ്യൂസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ലെറ്റ്യൂസ് ഇപ്പോൾ ക്യാബേജിൻ്റെ നിറത്തിലുള്ള ഈ ഒരു ലെറ്റ്യൂസാണ് ഞാൻ നീളത്തിൽ അരിഞ്ഞ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫലാഫൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ 2 ഫലാഫലാണ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണേ. എന്നിട്ട് ഒരു കത്തി ഉപയോഗിച്ച് ജസ്റ്റ് നമ്മൾ ഒന്ന് മുറിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വളരെ നൈസായിട്ട് അരിഞ്ഞ കക്കിരിക്ക ഇട്ട് കൊടുക്കാം. അത് കുറച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ഒരു റെഡ് ചില്ലി സോസോ അല്ലെങ്കിൽ ഗ്രീൻ ചില്ലി സോസോ അതിൻ്റെ മുകളിൽ ഇടുക. അപ്പം ഞാൻ സിറാച്ചയാണ് ഇട്ട് കൊടുത്തേക്കണേ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ റോള് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു ഫിൽറ്റർ പേപ്പറോ അലൂമിനിയം ഫോയിലോ വെച്ച് ശരിക്കും റോളാക്കി എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒത്തൻറ്റിക്കായിട്ട് പീറ്റ ബ്രെഡോ കുബൂസോ വെച്ചിട്ട് ഇത് ഉണ്ടാക്കുകയായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ തക്കാളിയോ ഒനിയനോ ഒക്കെ ഇത് ഈ റോളിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മുടെ ഈ ഫലാഫൽ റോൾ അല്ലെങ്കിൽ താമിയ റോൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ നമ്മുടെ ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരാഴ്ച ആശംസിക്കുന്നു.